അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, നല്ലവരായ നാട്ടുകാരെ, ഷബാബിൻ്റെ 50 വർഷങ്ങൾ പൂർത്തിയാകുന്ന ഈ നിമിഷത്തിൽ ഷബാബ് നടത്തിയ ഇടപെടലുകളെക്കുറിച്ചും മുജാഹിദ് പ്രസ്ഥാനം നിർവഹിച്ചിട്ടുള്ള ദൗത്യത്തെക്കുറിച്ചും എന്നേക്കാൾ അറിവും അനുഭവവുമുള്ള ആളുകൾ ഇവിടെ പങ്കുവച്ചിട്ടുണ്ട്. ISM എന്ന യുവജന പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കാലത്തോട് നിരന്തരം സംവദിച്ചും കനൽപദങ്ങൾ താണ്ടിയുമാണ് ഈ നിൽക്കുന്നിടത്തേക്ക് നാം എത്തിയിട്ടുള്ളത്. ഷബാബ് അതിൻ്റെ 1-ാമത്തെ പതിപ്പിൽ എഴുതിയ എന്തിനാണ് ഇങ്ങനെയൊരു പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത് എന്ന അതിൻ്റെ എഡിറ്റോറിയലിൽ ഇസ്ലാമിൻ്റെ സുന്ദരമായ ആശയങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ, പ്രവാചകചര്യകളെ കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കുവാനാണ് ഇങ്ങനെയൊരു പ്രസിദ്ധീകരണം, ഒരു യുവജന പ്രസ്ഥാനം ആരംഭിക്കുന്നത് എന്ന തലക്കെട്ടോടുകൂടിയാണ് ഷബാബ് പൊതുജനങ്ങളിലേക്ക് വായനയ്ക്കെത്തുന്നത്. നമുക്കറിയാം, കേരളീയ സമൂഹത്തിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വ്യാപിച്ച ഒരു കാലഘട്ടത്തിൽ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളുമായി മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. വ്യത്യസ്തമായ പ്രസിദ്ധീകരണങ്ങൾ, ഇതിൻ്റെ ഭാഗമായുള്ള എഴുത്തുകൾ, ചർച്ചകളെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഏതൊരാശയമാണോ പ്രവാചകന്മാർ ലോകത്തോട് പ്രബോധനം ചെയ്തത്, ആ ശരിയായ ആശയത്തിൽ നിന്ന് ഇസ്ലാമിക സമൂഹം പിറകോട്ട് പോകുമ്പോൾ അവർക്കിടയിൽ ദിശാബോധം പകർന്നു കൊടുക്കുക എന്ന വലിയ ദൗത്യം ഷബാബ് ഏറ്റെടുത്തിട്ടുണ്ട്. നമുക്കറിയാം, മനുഷ്യന് അള്ളാഹു നൽകിയിരിക്കുന്ന ദീപ്തമായ സന്ദേശമാണ് ഇസ്ലാം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ലോകത്ത് മനുഷ്യവാസം ആരംഭിച്ച കാലം മുതൽ ആദമിന് അള്ളാഹു നൽകിയ സന്ദേശത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅൻ ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അള്ളാഹുവിൻ്റെ ഹിദായത്ത് സ്വീകരിക്കുന്ന മനുഷ്യന്മാർക്ക് സുപ്രധാനപരമായ 2 കാര്യങ്ങൾ അനുഭവിക്കാൻ സാധിക്കേണ്ടതുണ്ട്. ഒന്ന്, ഭയമില്ലാതെ നിർഭയത്വത്തോടുകൂടെ ജീവിക്കുവാൻ സാധിക്കുക. മറ്റൊന്ന്, ദുഃഖിക്കാതിരിക്കുക. ആശയറ്റവരോ പ്രതീക്ഷ നശിച്ചവരോ അല്ല. വിശ്വാസം നൽകുന്ന കരുത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനെന്താണ് മനുഷ്യൻ പ്രഥമമായി പരിഗണിക്കേണ്ടത് എന്ന വിഷയത്തിൽ കാലാന്തരങ്ങളിലും ദേശാന്തരങ്ങളിലും നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരിലൂടെ അള്ളാഹു ഉത്തരം നൽകിയിട്ടുണ്ട്. അത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദാണ്. അജയ്യമായ ആദർശത്തെ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന പ്രവാചകന്മാരുടെ പ്രബോധനങ്ങൾ നാം കാലഘട്ടങ്ങളിൽ വായിച്ചതാണ്. എപ്പോഴാണ് പ്രവാചകന്മാരിത് നിർവഹിച്ചിട്ടുള്ളത്? പ്രവാചകന്മാർ നിർവഹിച്ചിട്ടുള്ളത് എവിടെയാണോ അന്ധവിശ്വാസങ്ങൾ ഉടലെടുക്കുന്നത് അവിടെയെല്ലാം പ്രവാചക സാന്നിധ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദൈവിക ദൃഷ്ടാന്തങ്ങളുടെ പുനർവായനകൾ നടന്നിട്ടുണ്ട്. മഹാനായ പ്രവാചകൻ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ സമൂഹത്തിൽ ഉടലെടുത്തിരുന്ന ഒരു അന്ധവിശ്വാസമുണ്ടായിരുന്നു. ദൈവത്തിനും സൃഷ്ടികൾക്കുമിടയിൽ മധ്യവർത്തികളെ സ്വീകരിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ദൈവത്തിനും സൃഷ്ടികൾക്കുമിടയിൽ മധ്യവർത്തികളെ സ്വീകരിച്ച് ഒരു സവർണബോധം സൃഷ്ടിച്ച് സാധാരണക്കാരന് കണ്ടുമുട്ടാൻ കഴിയാത്ത ഏതോ ഒരു കേന്ദ്രമാണ് ദൈവമെന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമമുണ്ടായപ്പോഴാണ്
മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സമൂഹത്തോട് ആദർശ പ്രതിബദ്ധതയോടെ ചോദ്യങ്ങൾ ഉയർത്തിയത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ദൈവീക ദൃഷ്ടാന്തമായി പരന്നു കിടക്കുന്ന ഈ പ്രപഞ്ചമെന്ന മഹാപുസ്തകത്തെ വായിച്ചെടുത്ത് ഏകദൈവ വിശ്വാസത്തിലേക്ക് മനുഷ്യൻ തിരിച്ചു വരണമെന്ന കൃത്യമായ ബോധ്യം മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊടുത്തത്. പ്രവാചകനായ ഇബ്രാഹിം നബി സൂര്യാരാധകരോടും ചന്ദ്രാരാധകരോടും നക്ഷത്രാരാധകരോടും ശിലകളെ ആരാധിച്ചിരുന്നവരോടും തൻ്റെ പ്രിയപ്പെട്ട പിതാവ് ഉൾപ്പെടെയുള്ള സമൂഹത്തോട് ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞിരുന്ന സന്ദേശവും ലാ ഇലാഹ ഇല്ലല്ലാഹയായിരുന്നു. ഏതൊരു അധികാര ശക്തികൾക്ക് മുമ്പിലും എല്ലാം ഞങ്ങളുടെ കീഴിലാണ് എന്ന് പ്രഖ്യാപിക്കുമ്പോഴും ഈ സാമ്രാജ്യം മുഴുവൻ എൻ്റെ അധികാര കേന്ദ്രത്തിലാണെന്ന് പ്രഖ്യാപിച്ച ഫറോവയുടെ മുന്നിലും മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖാല റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖലഖഹു സുമ്മ ഹദാ എന്ന് പ്രഖ്യാപിച്ചത് നാം വായിച്ചിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള എല്ലാവരുടെ മുന്നിലും അജയ്യമായി നിലകൊണ്ടിരുന്ന ഒരു ആദർശം മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം 40-ാമത്തെ വയസ്സിൽ ഹിറയിൽ നിന്ന് വെളിച്ചം സ്വീകരിച്ച് സഫയുടെ മുകളിൽ ഒരു നാട്ടിലെ ജനങ്ങളോട് പ്രഖ്യാപിക്കുമ്പോൾ അന്ന് വരെ കേട്ടിട്ടില്ലാത്ത കൃത്യമായൊരാദർശത്തെ പ്രഖ്യാപിക്കുകയാണ്. ലാത്തയും ഉസ്സയും മനാത്തയും ആരാധിക്കപ്പെടുന്ന ഒരു നാട്ടിൽ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ കുമ്പിട്ടിരുന്ന ഒരു ജനത, മരണപ്പെട്ടു പോയ പ്രവാചകന്മാരുടെ ഇടത്തട്ട് കേന്ദ്രങ്ങളാക്കിയ ഒരു ജനത, ആവശ്യങ്ങൾക്കും അത്യാവശ്യങ്ങൾക്കും അള്ളാഹുവിനെ വിട്ട് അള്ളാഹുവിനിടയിൽ മധ്യവർത്തികളെ സ്വീകരിച്ചിരുന്നവർ, മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഒരു മാർഗമധ്യേന സ്വീകരിക്കുന്നവർ മാത്രമാണിവരെന്ന് പ്രഖ്യാപിച്ചിരുന്ന ഒരു ജനത. ആ ജനതയോട് മഹാനായ പ്രവാചകൻ പ്രഖ്യാപിക്കുന്നു, ഇതല്ല യഥാർത്ഥത്തിലുള്ള വിശ്വാസം. നിങ്ങൾ ആരാധിക്കേണ്ടത് ഒരു ഭാഷ മാത്രം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഷ സംസാരിച്ച ഒരാളെയല്ല, ഏതെങ്കിലും കാലത്ത് ജനിച്ചവരെയല്ല, ഏതെങ്കിലും ഒരു കാലത്തിലൂടെ കടന്നുപോയവരല്ല. അവർ പുണ്യാത്മാക്കളായിരിക്കാം, അവർ പ്രവാചകന്മാരായിരിക്കാം, അവർ സന്യാസിമാരായിരിക്കാം, അവർ മുനിമാരായിരിക്കാം, അവർ ഋഷിമാരായിരിക്കാം, അവരേതുമാവട്ടെ, പഠനഭേദത്തിലും പ്രയോഗത്തിലും വ്യത്യസ്തമാണെങ്കിലും അങ്ങനെ ഏതെങ്കിലും ദിവ്യപുരുഷന്മാരുടെ കാൽ കീഴിലല്ല അവരല്ല ദൈവം. പകരം അവരെ സൃഷ്ടിച്ച് അവർക്ക് പോലും നിശ്ചയിക്കപ്പെടാൻ കഴിയാത്ത സമയത്ത് അവരെ മരിപ്പിച്ച, എല്ലാ ഭാഷയും എല്ലാ ദേശങ്ങളും എല്ലാ കാലങ്ങളും എല്ലാം കൃത്യമായി അറിയുന്ന ഏകനായ സട്ടാവിനെയാണ് ആരാധിക്കേണ്ടത് എന്ന പരിശുദ്ധ ഖുർആനിൻ്റെ പ്രഖ്യാപനം ലോകത്തോട് മഹാനായ പ്രവാചകൻ നിർവഹിച്ചു. എതിർപ്പുകൾ പലതുണ്ടായി. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അജയ്യമായി പ്രഖ്യാപിക്കപ്പെട്ടു. 13 വർഷക്കാലം ഇടതടവില്ലാതെ ഇതപര്യന്തം വേദനകളുടെ യാതനകളുടെ കാലഘട്ടം മക്ക കാലഘട്ടത്തിൽ പ്രവാചകൻ അനുഭവിക്കേണ്ടി വന്നു. അങ്ങനെ 23 വർഷക്കാലം കൊണ്ട് പൂർത്തീകരിക്കപ്പെട്ട ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് കൃത്യമായി വിഭജിക്കപ്പെട്ടു. ആരോട് പ്രാർത്ഥിക്കണം? അള്ളാഹുവോട് മാത്രം. അള്ളാഹുവല്ലാതെ പ്രാർത്ഥന കേൾക്കില്ല. ആരോട് സഹായമർത്ഥിക്കണം? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ആവർത്തിച്ചാവർത്തിച്ച് പറയണം എന്ന് പ്രഖ്യാപിച്ച് മഹാനായ പ്രവാചകൻ ദൗത്യം പൂർത്തീകരിച്ച് നാടിൻ്റെ നാനാദിക്കുകളിലേക്കും പ്രവാചക അനുചരന്മാരുടെ പ്രബോധന പ്രവർത്തനങ്ങൾ ലോകത്തെത്തി, എല്ലായിടത്തും എത്തി, നമ്മുടെ നാട്ടിലുമെത്തി ശുദ്ധമായ ഇസ്ലാം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. പക്ഷേ പിന്നീട് ലോകത്ത് ചില ചിന്താ പ്രസ്ഥാനങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. വിശദമായ വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. ഷിയാക്കളെപ്പോലെയുള്ള സൂഫികളെപ്പോലെയുള്ള ത്വരീക്കത്ത് ചിന്താധാരകൾ കടന്നു വന്നതിൻ്റെ ഭാഗമായി നമ്മുടെ നാട്ടിലേക്കും അന്ധവിശ്വാസങ്ങൾ കടന്നു വന്നു. അങ്ങനെ ആ അന്ധവിശ്വാസങ്ങളെ മതമായി കണ്ട ഒരു സമൂഹത്തോട് ആദർശപരമായി സംവദിച്ച പ്രസിദ്ധീകരണമാണ് ഷബാബ് എന്ന് പറയുന്നത്. പ്രവാചകന്മാരേറ്റെടുത്ത ഏതൊരു ദൗത്യമുണ്ടോ ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ മുന്നോട്ട് വന്നു. നമ്മൾ ആലോചിക്കണം, ഇവിടെ അടുത്തുള്ള പല നാടുകളിലും മക്ബറകളിലേക്ക് ആളുകൾ യാത്ര പോകാൻ തുടങ്ങി. എന്തിനാണ്? എന്നെ സൃഷ്ടിച്ച സട്ടാവിൻ്റെ പടച്ച തമ്പുരാനോട് ചോദിക്കുവാൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅനി ഫൽയസ്തജീബു ലി. വ്യക്തമായ ആദർശമാണ്. എൻ്റെ അടിമ എന്നെക്കുറിച്ച് ചോദിക്കുമ്പോൾ സമീപസ്ഥനാണെന്ന് പറയണം. ആവശ്യങ്ങൾ ഏതുമാവട്ടെ സട്ടാവായ റബ്ബിനോട് ചോദിക്കണം. റബ്ബ് അടുത്തുണ്ട്. നിങ്ങൾ തെറ്റുപറ്റിയാലും അബദ്ധങ്ങൾ സംഭവിച്ചാലും അള്ളാഹുവിലേക്ക് അടുക്കുവാൻ സാധിക്കുന്ന രൂപത്തിൽ പടച്ച റബ്ബ് നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുമെന്ന് അള്ളാഹുവിൻ്റെ ഉറപ്പ്.
ഇല്ലാ മൻ താബ വആമന അമില സ്വാലിഹൻ എന്ന് ഖുർആൻ ആവർത്തിച്ചു പറഞ്ഞു. പാശ്ചാത്തപിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത സർവമാന മനുഷ്യരുടെയും പാപങ്ങൾ അള്ളാഹു പൊറുത്തു തരുമെന്ന് ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞിട്ടും ആളുകൾ പോകാൻ തുടങ്ങി. നാഗൂരിലെ, അജ്മീരിലെ, ഏർവാടിയിലെ, ഭീമാപ്പള്ളിയിലെ എന്ന് വേണ്ട സകലമാന കേന്ദ്രങ്ങളിലേക്കും പോയി. ഇതിന് പ്രമാണങ്ങളിൽ നിന്ന് തെളിവ് കിട്ടാതിരുന്നപ്പോൾ പലതും പറഞ്ഞുകൊടുത്ത് പാതിരാ പ്രസംഗങ്ങളിലും എഴുത്തുകളിലൂടെയും പ്രചരിപ്പിച്ചപ്പോൾ അന്ന് ഷബാബ് അതിന് കൃത്യമായി മറുപടി കൊടുത്തു. ഇങ്ങനെയല്ല, കബറിപ്പ് കെട്ടിപ്പൊക്കുന്നതിനെക്കുറിച്ച്, കബറാളികളോട് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച്, ഇങ്ങനെ തുടങ്ങി കൃത്യമായ ഒരു ബോധ്യം ഏകദൈവ വിശ്വാസത്തെക്കുറിച്ച് ഷബാബ് നൽകിയത് നമുക്ക് കാണുവാൻ സാധിക്കും. എത്രയെത്ര ഉദാഹരണങ്ങളുണ്ട്. യാഥാസ്ഥിക വിഭാഗം വെച്ച് പുലർത്തിയിരുന്ന പല നിലപാടുകളെയും ഷബാബ് ചോദ്യം ചെയ്തു. മർഹൂം അബ്ദുസ്സലാം സുല്ലമിയെ ഓർക്കേണ്ടിയിരിക്കുന്നു നാം. ഏതൊരു റഫറൻസ് പോലെ എഴുതി വെച്ച നെല്ലും പതിരും, അതേപോലെ തന്നെ സമസ്തയും ഷാഫിഈ മദ്ഹബും തമ്മിലുള്ള അജഗജാന്തരം വ്യത്യാസത്തെക്കുറിച്ച് അദ്ദേഹം എഴുതി, സ്ത്രീ പള്ളി പ്രവേശനത്തെക്കുറിച്ച് എഴുതി, ഖബറാരാധനയെക്കുറിച്ച് എഴുതി. അതേപോലെ തന്നെ ആദർശബന്ധിതമായി ഒരു സമൂഹത്തെ എങ്ങനെയാണോ തൗഹീദിലേക്ക് കൊണ്ടുവരേണ്ടത് ആ ആദർശ പ്രക്രിയയിലൂടെ ഷബാബ് കടന്നുപോയി. ഓരോ വിഷയങ്ങളെയും ഇഴകീറി പരിശോധിച്ചു. ഉറക്കം കെട്ടുപോയി. പൗരോഹിത്യത്തിൻ്റെ മറുപടി എഴുതാൻ നിർബന്ധിതരാകുമ്പോഴും ഒരു പ്രമാണത്തിൻ്റെ പിൻബലവുമില്ലാതെ, ഒരു കിതാബിൻ്റെ പിൻബലവുമില്ലാതെ പെട്ടുപോകുന്ന അവസ്ഥ പല സന്ദർഭങ്ങളിൽ ഷബാബിൻ്റെ മുന്നിൽ നാം കണ്ടതാണ്. അതാണ് ഷബാബ് ഉയർത്തിപ്പിടിച്ച ആദർശത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഖുർആൻ എന്തെന്ന് പഠിക്കാത്ത ഒരു സമൂഹം, ഖുർആൻ പഠിക്കേണ്ടതേയില്ല, മാലകളും മൗലിദുകളും കിതാബുകളും മാത്രം മതി എന്ന് ചിന്തിച്ച ഒരു സമൂഹത്തോട് ഖുർആൻ പഠിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു. ഖുർആൻ എന്താണ്? ഹുദല്ലിൽ മുത്തഖീൻ, സന്മാർഗ ദർശനം അന്വേഷിക്കുന്ന മുഴുവൻ ആളുകൾക്കും സന്മാർഗമാണ് എന്ന കാര്യത്തിൽ സംശയമില്ലാത്ത ഗ്രന്ഥമാണ്. ഹുദം വറഹ്മത്തം വബുശ്റാലിൽ മുസ്ലിമീൻ, അത് സന്മാർഗത്തിൻ്റെ കേന്ദ്രമാണ്. അത് റഹ്മത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ സന്തോഷ വാർത്ത അറിയിക്കുന്ന ഗ്രന്ഥമാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ശമനമാണ്. യഹ്ദീലില്ലത്തി ഹി അഖ്വം, ഖുർആൻ ഏറ്റവും ശരിയായതിലേക്ക് വഴി കാണിക്കുന്നു. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ്, ഏറ്റവും സുന്ദരമായ വാക്കുകളെ അല്ലാഹു അവതരിപ്പിച്ചിരിക്കുന്നു. ആ സുന്ദരമായ വാക്കുകളെ അവഗണിച്ച് അത് കേവലം ബറക്കത്തിനും രോഗശമനത്തിനും എഴുതിക്കെട്ടാനും മാത്രമാണെന്ന് പറഞ്ഞ ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ അല്ല, പഠിക്കാനുള്ളതാണ് ഖുർആൻ, അത് പ്രാവർത്തികമാക്കാനുള്ളതാണ് ഖുർആൻ. ഖുർആൻ പഠനങ്ങളിലൂടെ, ഖുർആനിൻ്റെ ചിന്തകളിലൂടെ ഒരു സമൂഹത്തെ പരിശുദ്ധ ഖുർആനിൻ്റെ വഴിയിലേക്ക് നയിക്കാൻ ഷബാബിന് ആ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും സാധിച്ചു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ മുന്നേറ്റം എന്ന് പറയുന്നത്. ഇതുമാത്രമല്ല, ഞാൻ അവസാനിപ്പിക്കുന്നു, പല കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വന്നപ്പോൾ സർഗാത്മകമായി പ്രതിരോധിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ലേഖനങ്ങളിലൂടെ, പാട്ടുകളിലൂടെ, എഴുത്തുകളിലൂടെ എല്ലാം അതിന് സാധിച്ചിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തിൽ നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങളോട് പടപൊരുതിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോഴാണ് പതിയെ മുജാഹിദ് പ്രസ്ഥാനം വന്നതിനു ശേഷം ലോകത്ത് അസ്തമിച്ചു പോയ പല അന്ധവിശ്വാസങ്ങളെയും കടത്തിക്കൊണ്ടുവരാൻ ഒരു വിഭാഗം ശ്രമം തുടങ്ങിയത്. അവർ മിമ്പറുകളിൽ നിന്ന്, ചെറിയ ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് അദൃശ്യ സൃഷ്ടികളായ ജിന്നുകളെ കുറിച്ച് അരുതാത്തത് പറയാൻ തുടങ്ങി, പറയാൻ പാടില്ലാത്തത് പറയാൻ തുടങ്ങി. അങ്ങനെ മനുഷ്യർക്കിടയിൽ ഓരോ ഘട്ടങ്ങളിലും അന്ധവിശ്വാസങ്ങൾ, വസ്വാസുകൾ സൃഷ്ടിച്ചു. ആ സമയത്ത് ഷബാബ് ഏറ്റെടുത്തിട്ടുണ്ട്. എന്തിനു വേണ്ടി? ഒരു സംഘടനാ തർക്കത്തിന് വേണ്ടിയല്ല. നിർഭയത്വം അനുഭവിച്ച് സമാധാനത്തോടുകൂടെ ജീവിച്ച മുജാഹിദ് കുടുംബങ്ങളിൽ വരെ മേശവലിപ്പിനിടയിലും അതേപോലെ തന്നെ പറയാൻ പറ്റാത്തതൊക്കെ പറഞ്ഞ് സ്വന്തം സമൂഹത്തെ സംശയം ജനിപ്പിക്കുന്ന രൂപത്തിൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വന്നപ്പോൾ ആദർശ ജിഹ്വയായ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഷബാബ് എന്ന് പറയുന്ന ഒരു ബാലിക എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ഇത് അന്ധവിശ്വാസമാണ്. അത് ചിലരുടെ ഉറക്കം കെടുത്തിയപ്പോൾ ഇപ്പോഴും ശീതീകരിച്ച മുറിയിലിരുന്ന് ഒരു കാലത്ത് ഷബാബ് അങ്ങനെയായിരുന്നു, ഇപ്പോൾ ഷബാബ് ഇതാ അന്ധവിശ്വാസത്തെയാണ്, ഹദീസ് നിഷേധത്തെയാണ് മുന്നോട്ട് വെക്കുന്നത് എന്ന് പറയുന്നവരോട് ഒരു കാര്യം മാത്രം സൂചിപ്പിക്കാനുള്ളത്, പ്രതിബദ്ധത ഖുർആനിനോടും സുന്നത്തിനോടുമാണ്. ഷബാബിനുള്ള പ്രതിബദ്ധത അതിൻ്റെ പ്രമാണങ്ങളോട് മാത്രമാണ്, അതല്ലാതെ ഏതെങ്കിലും ഒരു സമൂഹത്തോടല്ല. അതിൻ്റെ പ്രതിബദ്ധത വായനക്കാരിൽ
അവരിൽ ആദർശത്തെയും സത്യത്തെയും ഏറ്റവും സുന്ദരമായി എത്തിക്കുക എന്നുള്ളതാണ്. ആ ആദർശ പ്രതിബദ്ധതയോടെ മാത്രമാണ് ഷബാബ് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഷബാബ് 50 വയസ്സുകൾ പിന്നിടുമ്പോൾ അത് വാർദ്ധക്യത്തിലേക്കല്ല, അത് നിത്യ യൗവനത്തിലേക്കാണ് വരുന്നത്. ഈ കാലഘട്ടം നേരിടുന്ന നിരവധി പ്രശ്നങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിച്ചു. നാസ്തികത ഒരു പ്രശ്നമാണ്. പ്രമാണങ്ങളില്ലാതെ വിളിച്ചു പറയുന്നവരുടെ ആൾക്കൂട്ടങ്ങളെ സൃഷ്ടിക്കുന്നവർ വളർന്നു വരുന്നു. ലിബറലിസത്തിൻ്റെ കൂട്ടങ്ങൾ ഇവിടെ വരുന്നു. ധാർമ്മികത പറയുന്നവരെ മതമൗലികവാദികളാക്കുന്നു. പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ ലേബലുകൾ ഒട്ടിച്ചുകൊണ്ട് പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഒരാനുകാലികം എന്നുള്ള നിലയിൽ ഈ അടുത്തിറങ്ങിയ ഷബാബുകൾ പരിശോധിച്ചാൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ പ്രതിരോധങ്ങൾ തീർത്തിട്ടുള്ളത് ഈ ലിബറലിസത്തിൻ്റെ കെട്ടചിന്തകൾക്കാണ്. ലഹരിവൽക്കരണത്തിൻ്റെ, ആത്മഹത്യകളുടെ, കൊലപാതകങ്ങളിലേക്ക് നയിക്കുന്ന താൻ സുഖത്തെ പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന ഈ ലിബറലിസത്തിനെതിരെ ശക്തമായ പോരാട്ടങ്ങൾ ഇവിടെ ഷബാബ് നടത്തിക്കൊണ്ടിരിക്കുന്നു. സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. വഖഫ് പോലെയുള്ള വിഷയങ്ങളിൽ കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇത് ഏറ്റെടുക്കണം. ഇത് നമ്മുടെ ദൗത്യമാണ്, നമ്മളുടെ കൈകളിലേക്ക് ഏൽപ്പിക്കപ്പെട്ട ദൗത്യമാണ്. അതുകൊണ്ട് ആദർശ പ്രബോധന രംഗത്ത് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ പ്രചരണമാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഏത് സമൂഹമാണ് വിജയിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഖുർആൻ പറഞ്ഞത് ഒരൊറ്റ സമൂഹമാണ് വിജയിക്കുന്നത്. ആദർശ പ്രതിബദ്ധതയോടെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിന്ന് മറ്റൊന്നും പ്രതീക്ഷിക്കാതെ അള്ളാഹുവിൻ്റെ പരലോകം ആഗ്രഹിക്കുന്ന ഒരു ജനത മാത്രമാണ് ലോകത്ത് വിജയിച്ചിട്ടുള്ളൂ. മറ്റെല്ലാം താൽക്കാലിക വിജയങ്ങളിൽ തകർന്നു പോയതാണ് എന്ന് നമുക്ക് ചരിത്രത്തിൻ്റെ ഇന്നലകളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഷബാബിൻ്റെ വഴി അത് പ്രമാണബദ്ധിതമായി നിലനിൽക്കുന്ന വഴിയാണെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ കേട്ട എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.